നമ്മളെ കാണാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ എറണാകുളം സൗത്തിൽ ഇറങ്ങിയ നോർത്തിൽ ഇറങ്ങിയ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് 14 കിലോമീറ്റർ നടന്നിട്ട് നമ്മളെ കാണാൻ വന്നത്. അതാ പറയുന്നത് എഫേർട്ട് ഇടുന്നതിന്റെ റിസൾട്ട് ഉണ്ട്, എഫേർട്ട് ഇടുന്നതിന് റിസൾട്ട് കിട്ടുന്നുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. എന്താ എനിക്ക് തോന്നുന്നത്, എന്താന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ എന്താണ് നമ്മളെ ചാറ്റിനോട് എന്താ പറയാനുള്ളത്? ഹാർഡ് വർക്ക് പേസ് ഓഫ്, അങ്ങനെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കുക. ഹാർഡ് വർക്ക് പേസ് ഓഫ് സംസാരിച്ചോ. ഞാൻ ഈ ഒരു പാട്ട് ഇറക്കുന്നതിന് മുന്നേ തന്നെ വളരെ മീനിങ് ആയിട്ട് വെച്ചാല് കോലം എന്ന് പറഞ്ഞാൽ ഒരു വേഷം നമ്മള് കളിച്ച് കഴിഞ്ഞിട്ട് കയറി വരുമ്പോ ചോദിക്കില്ലേ ഉമ്മാര് എന്താ കോലം എന്താ കാണുന്നത്? കോലം എന്ന് പറഞ്ഞാല് ജസ്റ്റ് മലപ്പുറത്ത് എവിടെയാ? ഞാൻ തൃശ്ശൂർ തന്നെ. ഞങ്ങളിപ്പോ ഓർഡർ ചെയ്യാം. വടക്കേകാട് പറയും. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ കോലം എന്ന് പറഞ്ഞാല് ഈ കളിച്ച് കയറി വരണേ മാത്രല്ലല്ലോ, നമ്മള് ബാക്കിയുള്ള എല്ലാത്തിനും കോലത്തിന്റെ മീനിങ് തന്നെ വേഷം എന്നാ. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ ഇവിടെ സ്ട്രീമിങ് ചെയ്യണില്ലേ, അതന്നെ ഒരു കോലയാണ്. നിങ്ങളൊരു മുടി മനസ്സിലായ അതിൽ കൊടുത്തുള്ള വരികൾ ഇത് എന്റെ കേരളം പറയാൻ ഇത്തിരി വാക്കുകൾ. ആ വാക്കുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് മൊത്തം മീനിങ് ഫുൾ. എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി മനസ്സിലായില്ല. മൊത്തം ആ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ എന്തോ നടക്കണേ. നിനക്ക് എത്ര വയസ്സെന്ന് പറഞ്ഞേ? എനിക്ക് 17. 17 വയസ്സിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ചിന്താതികൾ വരുന്നത്? 17 വയസ്സുള്ള ഒരു പൂക്കിയിടുണ്ട്. ഓന്റെ ആഗ്രഹം ഇതാണ് ഇവന്റെ സൈഡ്. ഈ അതാ കെൻസോ BGMI അടുത്ത 2000 രൂപ സൂപ്പർ ചാരിറ്റ്. എന്താ പറയുന്നത്? ഈഗോ. ഓൻ തന്നെ ഈഗോ നട്ടിട്ട് 2000 രൂപ സൂപ്പർ ചാരിറ്റ് നോത്ത നിക്കൊരു കേറിയാ കെൻസോ കേറിയാ ടോപ്പ് ഫാൻസില്. ഒരു സെക്കൻഡാ, കെൻസോ ഇന്ന് കയറിയില്ല, നാളെ കയറാം. നോക്കാം. ഇനി നീ ഇടല്ല കെൻസോ, മതി. നീ ഇവൻ PUBG കളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് വരുന്ന ടീം. ഇതെന്താ മിസ്റ്റർ ബീസ്റ്റോ? ബ്രോ മിസ്റ്റർ ബീസ്റ്റ് ഇതെന്താ? ഞാനത് പറയുന്നില്ല, ഞാൻ സ്ക്രീനിലിട്ട് കാണിച്ചത്. ഇതെന്താ മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിട്ട് 449 റിയാൽ, സൗദി റിയാൽ ഇട്ടിട്ടാ. ഇന്നത്തെ ചാറ്റ് റവന്യൂ എത്ര? ഇതെങ്ങനെ ചാറ്റ് റവന്യൂ ഇവിടെ ചാറ്റ് റവന്യൂ ആണല്ലോ. ഇന്നത്തെ മൊത്തം റവന്യൂ എത്രയായി? ഇതാ എന്റെ 5000 രൂപ കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒറ്റ ദിവസം. ഇതെത്ര നമ്മള് ലൈവ് സ്ട്രീം എത്ര മണിക്കൂർ ചെയ്ത്? 5 മണിക്കൂർ, 4.5 മണിക്കൂർ അല്ലേ? ഞാൻ ഇത്തിരി സമയം ലൈവ് ചെയ്തോ? വെറുതെ അല്ലേ, ഞാൻ കൂടുതൽ ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂർ ചെയ്ത് 4 മണിക്കൂർ ലൈവ് ചെയ്തിട്ട് 1 ലക്ഷം റുപ്യാണ്, 95,000 രൂപ ചാറ്റ് റവന്യൂ. ഇതെന്താ സംഭവം? ഇത് ബിജുക്കുട്ടൻ ഓപ്പിയോ? ഇതെന്താ ബിജുക്കുട്ടൻ ഓപ്പി? ബിജുക്കുട്ടൻ ഓപ്പി ഇറങ്ങിയിട്ടുണ്ട് അവസാനം. ബിജുക്കുട്ടൻ ഓപ്പി ഇത് ആരാന്ന് ഞാൻ നോക്കട്ടെ. ബിജുക്കുട്ടൻ ആളാരാന്ന് എനിക്കൊന്ന് കാണണം. ഈ 500 റിയാലിൽ ഇട്ടിട്ട് ഇവരെന്താ ഇവന്റെ പരിപാടി? ഫേക്ക് അക്കൗണ്ട്. ഇത് ഇതാ സംഭവം. ഇനി വിടല്ല. മതി ടോപ്പ് ഫാൻസിനും കയറി, ഉറപ്പായിട്ടും കയറി, എന്തായാലും കയറിയിട്ടുണ്ടോ? മിസ്റ്റർ ബീസ്റ്റ് രണ്ടാമത് നിഖില് പക്ഷെ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. മുത്തേ മതി. ഇനി നാളെ മതി. ഓൺലൈക്കായോ? ഓ വാട്ട് ഈസ് ഹാപ്പനിങ് ബ്രോ? ഇത് കിക്കിന്റെ റവന്യൂന്റെ അത്ര ആയല്ലോടാ. കിക്കിൽ എനിക്ക് ഒരു ദിവസം സ്ട്രീം ചെയ്ത് 1 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടത്. ഇത് കിക്കിന്റെ റവന്യൂ അല്ല. ഇനിയിപ്പോ വേറെ പ്ലാറ്റ്ഫോം നമുക്ക് പോണ്ട, ഇവിടെ തന്നെ മതി. അങ്ങനെയല്ല, പ്ലാറ്റ്ഫോം വിളിച്ചതിന് അത്രയും വലിയ ഓഫറുകളും പ്ലാറ്റ്ഫോം വരുമ്പോൾ നമുക്ക് പോകേണ്ടതുള്ള ആഡ് ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ ഞാൻ പോകും. സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറ്റാം, സ്റ്റിൽ യൂട്യൂബിനേക്കാൾ ഒരു 10 ഇരട്ടി പേ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. മനസ്സിലാവും? ഈ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്ട്രീമിംഗ് ഭയങ്കര, ഞാൻ പറയുന്നത് സ്ട്രീമിങ്ങിനെയൊക്കെ എല്ലാവരും കാണാം. അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയിൽ ആൾക്കാർ എന്തിനാ മിസ് ഔട്ട് ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നത്. ആഗ്രഹമുള്ളവരെല്ലാം ഒന്നും നോക്കാണ്ട് കണ്ണും കൂട്ടിയൊക്കെ സ്ട്രീം തുടങ്ങണം. കാര്യം അറിയാം, മടി ഇതൊന്നും വിചാരിച്ചു തന്നിട്ട് കാര്യമില്ല. മനസ്സിലാവും? പെട്ടെന്ന് അങ്ങ് തുടങ്ങിക്കോളാം. കണ്ണും കൂട്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, ഒന്നും ചിന്തിക്കണ്ട. മനസ്സിലാവും? കാരണം വെച്ചാൽ ഇതൊന്നല്ല, ഇതിൻ്റെ എല്ലാം 10 ഇരട്ടി പേ ചെയ്യുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. മനസ്സിലാവും? നിങ്ങൾ ഇതന്നെ ഒന്നാലോചിക്കും. 4 മണിക്കൂർ ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ 1,06,000 രൂപയാണ് എൻ്റെ ചാറ്റ് റവന്യൂ. അത് യൂട്യൂബിൽ. അപ്പോൾ ഞാൻ വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇതേ വാച്ചിങ് വെച്ച് ഈ 30,000-40,000 വാച്ചിങ് വെച്ച് സ്ട്രീം ചെയ്ത് എന്തായിരിക്കും റവന്യൂ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അപ്പൊ തന്നെ ചിന്തിച്ചാൽ മതി. അപ്പൊ എനിവേസ് ഗൈസ്, ഗുഡ് നൈറ്റ്. ഞാൻ കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, നമ്മളെ കുറച്ച് റാപ്പിന്റെയും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ, ലവ് യു, ബൈ.